റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ജെയിംസ് ഹാഡ്ലി ചേസ് എഴുതിയ ഇന്റർനാഷണൽ ത്രില്ലർ നോവലായ റെഫ്രിജറേറ്ററിലെ പ്രേതം. കേൾക്കാം, ആസ്വദിക്കാം. ഒരു ജൂൺ മാസ രാത്രിയിൽ ഹോളിവുഡിലെ വീഥികളിൽ കൂടി ഞാൻ വെറുതെ ഇറങ്ങി നടക്കുകയായിരുന്നു. ഒരു മായാലോകത്തിൽ എന്ന പോലെ എങ്ങും വൈദ്യുതി ദീപങ്ങൾ മിന്നിത്തെളിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങിങ്ങായുള്ള നൈറ്റ് ക്ലബ്ബുകളുടെ മുമ്പിൽ നിരവധി കാറുകൾ പാർക്ക് ചെയ്യപ്പെട്ടിരുന്നു. 5 അക്ക വരുമാനമുള്ളവർക്ക് മാത്രമേ ആ ക്ലബ്ബുകളിൽ വിഹരിക്കാൻ സാധിക്കൂ. പെട്ടെന്നായിരുന്നു അടുത്തുണ്ടായിരുന്ന ഒരു ക്ലബിന്റെ കതക് തുറന്ന് ഒരാൾ മുമ്പോട്ട് കുതിച്ചത്. ഞാൻ അയാളുടെ കോട്ടിൽ കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ മുമ്പോട്ട് ചാടിപ്പിടിച്ചു, പിന്നോക്കം വലിച്ചു. അടുത്ത നിമിഷം തന്നെ അയാളെ തൊട്ടുരുമിക്കൊണ്ട് ഒരു കാർ കടന്നുപോയി. പരുക്കൻ കമ്പിളി കൊണ്ടുള്ള ഒരു കറുത്ത കോട്ട് അദ്ദേഹം അണിഞ്ഞിരുന്നു. കയ്യിൽ സ്വർണ്ണ നിറത്തിലുള്ള വാച്ചുണ്ട്. ആകൃതിയും പ്രകൃതവും ആളൊരു ധനികനാണെന്ന് വിളിച്ചറിയിച്ചിരുന്നു. അയാളുടെ മേലുള്ള പിടുത്തം വിട്ടപ്പോൾ ആടിക്കൊഴഞ്ഞുകൊണ്ട് അദ്ദേഹം എന്റെ മേൽ വന്നു വീണു. ഓ, തക്ക സമയത്ത് തന്നെ നീ എന്നെ രക്ഷിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ആ കാറിനടിയിൽപ്പെട്ട് ഇതിനകം ഞാൻ മരിച്ചിരിക്കുമായിരുന്നു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കയില്ല. നാക്ക് കുഴഞ്ഞ മട്ടിൽ അദ്ദേഹം എന്നെ നോക്കി പറഞ്ഞു. താങ്കൾക്ക് എങ്ങോട്ട് പോകണമെന്ന് വല്ല ബോധവുമുണ്ടോ? ഞാൻ ചോദിച്ചു. തീർച്ചയായും, ഞാൻ എന്റെ ബംഗ്ലാവിലേക്ക് മടങ്ങുകയാണ്. പക്ഷെ അതിന് എന്റെ കാർ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ എങ്ങാനും താങ്കൾക്ക് അത് കാണാമോ? ക്രീമും നീലയും ഇടകലർന്ന നിറമുള്ള ഒരു റോൾസ് കാറാണ്. അതെവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്? ഈ ക്ലബിന്റെ പിന്നിൽ. ഞാൻ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ച് പതുക്കെ നടത്തി പിന്നിലേക്ക് ചെന്ന് കാർ കണ്ടെത്തി. ഇനി താങ്കളും കൂടെ എന്റെ കൂടെ വരൂ, മദ്യപാനി എന്നെ നോക്കി പറഞ്ഞു. എന്റെ കൂടെ വന്ന അല്പം ഡ്രിങ്ക്സ് കഴിച്ചു പോകാം. എന്റെ ജീവിതം രക്ഷിച്ച മഹാനാണ് താങ്കൾ. വരാം, പക്ഷേ കാർ ഡ്രൈവ് ചെയ്യുന്നത് ഞാനായിരിക്കും. താങ്കൾ ഡ്രൈവ് ചെയ്താ എന്തെങ്കിലും അപകടം പിടഞ്ഞെന്ന് വരും. നല്ലത്, എങ്കിൽ ഹിൽക്രോസ് അവന്യൂയിലേക്ക് പോകട്ടെ. സൺസെറ്റ് ബോൾവാർഡിൽ 2ാമത്തെ തിരിവിൽ ഇടതുവശത്ത് 256 നമ്പർ എന്ന് പറഞ്ഞ് അദ്ദേഹം പിൻസീറ്റിൽ കയറിയിരുന്നു. ഇരുന്ന പാടെ തല ഒരു വശം ചാരി വെച്ച് അദ്ദേഹം കണ്ണുകൾ അടച്ചു. ഡ്രൈവിംഗ് വീലിനടിയിലിരുന്ന് ഞാൻ ലൈസൻസ് റാഗിലേക്ക് നോക്കി. അദ്ദേഹത്തിന്റെ പേര് ഡസ്റ്റർ എന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞ മേൽവിലാസവും അതിലുണ്ടായിരുന്നു. ഹോളിവുഡിലെ ധനികരായ ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിലൊന്ന് ഹിൽക്രോസ് അവന്യൂ എന്നെനിക്കറിയാം. ഞാൻ കാർ ആ വശത്തേക്ക് തിരിച്ചു. ഏതാണ്ട് അതിനടുത്തെത്താറായപ്പോ അദ്ദേഹം തല പൊക്കി പുറത്തേക്ക് നോക്കി പറഞ്ഞു. ആ കാണുന്ന തെരുവ് വിളക്കിന്റെ താഴെയുള്ള ഗേറ്റ് തന്നെ. ഞാൻ അവിടെ കാർ നിർത്തി. ഡസ്റ്റർ കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. താങ്കളുടെ പേരെന്താണെന്നാണ് പറഞ്ഞത്? അദ്ദേഹം ചോദിച്ചു. ഗ്ലിൻ, ഞാൻ പറഞ്ഞു. ഗ്ലിൻ? ഹോളിവുഡിൽ ഞാൻ കേൾക്കുന്ന പുതിയൊരു പേരാണിത്. എന്റെ പേര് ഡസ്റ്റർ. ഒരുപക്ഷെ ഈ പേര് താങ്കൾക്കും പുതിയതാണെന്ന് തോന്നുമായിരിക്കാം. വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പടികൾ ചവിട്ടി കയറി മുൻവാതിൽക്കിൽ ചെന്ന് ഒരു താക്കോൽ പോക്കറ്റിൽ നിന്നെടുത്ത് അത് തുറക്കാൻ ശ്രമിച്ചു. എത്ര ശ്രമിച്ചിട്ടും തുറക്കാനാവാത്തതിനാൽ താക്കോൽ എന്നെ ഏൽപ്പിച്ച് അത് തുറക്കാൻ പറഞ്ഞു. ഞാൻ അപ്രകാരം കതക് തുറന്ന് അദ്ദേഹത്തോടൊപ്പം മങ്ങിയ വെളിച്ചം മാത്രമുള്ള ഒരു ഹാളിലേക്ക് പ്രവേശിച്ചു. അതിനകത്തെ ക്ലോക്ക് അപ്പോൾ സമയം കാലത്ത് 1 മണിക്ക് 5 നിമിഷമുണ്ടെന്ന് കാണിച്ചിരുന്നു. ആ ഹാളിൽ സുമാർ 50ഓളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. സോഫകളും മേശകളും കസേരകളും അതാത് സ്ഥാനങ്ങളിൽ ചിട്ടയോടെ വച്ചിരുന്നു. അതിനകത്ത് തന്നെ ഒരു ചെറിയ ബാറുമുണ്ട്. ഡസ്റ്റർ ആ ബാറിനടുത്ത് ചെന്നു. വാറ്റ് 69 കുപ്പിയെടുത്തു. 2 ഗ്ലാസുകളിൽ പകർന്ന് ബാർ കൗണ്ടറിൽ വെച്ചു. താങ്കൾ ഏതെങ്കിലും സിനിമാ കമ്പനിയിലാണോ ജോലി ചെയ്യുന്നത്? അല്ല, ഒരു പരസ്യ കമ്പനിയിലാണ്, ഞാൻ പറഞ്ഞു. ആ ജോലി താങ്കൾക്ക് വളരെയൊന്നും ഗുണം ചെയ്യുന്നില്ലെന്ന് തോന്നുന്നല്ലോ. ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ പറയാൻ വായിച്ചതായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു. കാരണം കഴിഞ്ഞ 3 കൊല്ലമായി ഞാൻ കാത്തുകൊണ്ടിരുന്ന ഒരു സന്ദർഭം കൈവരാൻ പോവുകയാണെങ്കിലോ? താങ്കൾ പറയുന്നത് ഏതാണ്ട് ശരിയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് പറഞ്ഞു. ഒരിറക്ക് മദ്യം കഴിച്ച ശേഷം അദ്ദേഹം ഒരു വെളുത്ത തൂവാല കൊണ്ട് അധരങ്ങൾ ഒപ്പി. ആഴ്ചയിൽ താങ്കൾക്ക് എന്ത് കിട്ടും? അദ്ദേഹം എന്നെ തന്നെ ഉറ്റുനോക്കി. 20 ബക്സ്. എന്ത്, 20 ബക്സോ? 20 ബക്സ് കൊണ്ട് ആർക്കെങ്കിലും ജീവിക്കാൻ ഒക്കുമോ? കാഴ്ച ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു വന്യമൃഗത്തെ എന്നോണം അദ്ദേഹം എന്നെ നോക്കി. എന്റെ ജീവൻ രക്ഷിച്ച സ്ഥിതിക്ക് താങ്കൾക്ക് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. വിരോധമുണ്ടോ?
പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ തന്നെ അയാൾ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞല്ലോ. ഞാൻ ഓർത്തു. താങ്കൾ അതൊന്നും അത്ര കാര്യമാക്കണ്ട. എന്റെ സ്ഥാനത്ത് മറ്റു വല്ലരുമായിരുന്നുവെങ്കിലും അത് തന്നെയായിരിക്കും ചെയ്യുക. താങ്കൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ മരിച്ചിരിക്കുമായിരുന്നു. താങ്കൾ എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. എനിക്കൊരു ഡ്രൈവറുടെ ആവശ്യമുണ്ട്. കൂടാതെ വീട്ടുകാര്യങ്ങൾ നടത്താനും ഒരാൾ വേണം. താങ്കൾക്ക് അത് ഏറ്റെടുക്കാമെങ്കിൽ പറയൂ. എങ്കിൽ ആഴ്ചയിൽ 50 പൗണ്ട് വെച്ച് പ്രതിഫലം തരാം. നല്ല വാക്കുകളെങ്കിലും പറഞ്ഞ് അല്പം കാശ് തന്നെ ഏൽപ്പിച്ച് പറഞ്ഞു വിടുമെന്നായിരുന്നു ഞാൻ കരുതിയത്. എന്നാൽ ഒരു ജോലി ഏൽപ്പിക്കുവാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതും വീട്ടുകാര്യസ്ഥനായും ഡ്രൈവറായും. ഇത്തരം പണക്കാർ ആ രീതിയിലുള്ള ജോലിക്ക് നിയമിക്കുന്നവരെ 24 മണിക്കൂറും ജോലി ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. താനിത് ഏറ്റെടുക്കുകയാണെങ്കിൽ ജോലി സമയം ക്ലിപ്തപ്പെടുത്തണമെന്ന് അദ്ദേഹത്തോട് പറയണമെന്ന് തീരുമാനിച്ചു. എന്തെങ്കിലും പറയാൻ വായ പൊളിക്കുന്നതിന് മുമ്പ് പിന്നിൽ നിന്ന് ഒരു സ്ത്രീ സ്വരം കേട്ടു. നമുക്കിപ്പോ ഡ്രൈവറുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ തിരിഞ്ഞു നോക്കി. വൈദ്യുതാഘാതം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഏറ്റിട്ടുണ്ടോ? ഉണ്ടായിരിക്കാനാണ് ഇട. അതേ അനുഭവമായിരുന്നു ആ സ്ത്രീയെ കണ്ടപ്പോൾ എനിക്കുണ്ടായത്. അവൾക്ക് സുമാർ 26-27 വയസ്സ് പ്രായം തോന്നിച്ചിരുന്നു. വൈരക്കല്ലിന്റെ തിളക്കമുള്ള ആ കണ്ണുകൾക്ക് നല്ല വലിപ്പമുണ്ടായിരുന്നു. സൗന്ദര്യമുള്ള സ്ത്രീ എന്ന് അവളെ വിശേഷിപ്പിക്കുക പ്രയാസം. കൈകൾ മറയ്ക്കത്തക്ക വിധം കഴുത്തു മുതൽ പാദം വരെ എത്തുന്ന ഒരു എളിയ ഡ്രസ്സായിരുന്നു അവൾ അണിഞ്ഞിരുന്നത്. അരക്കെട്ട് ചുറ്റി ഒരു സ്വർണ്ണ ചെയിനുണ്ട്. അതൊന്നു മാത്രമേ ആഭരണമായി അവളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഡാർലിംഗ്, ഞാൻ ആരെയാണ് കൂട്ടി വന്നിരിക്കുന്നതെന്ന് നോക്കൂ. ഇയാളാണ് ഗ്ലിൻ. ഇയാൾ സഹായത്തിനില്ലായിരുന്നുവെങ്കിൽ ഇതിനകം നീ ഒരു വിധവയായി കഴിഞ്ഞേനെ. അവൾ എന്റെ നേരെ തിരിഞ്ഞു. അദ്ദേഹം പറയുന്നത് ശരിയാണോ? പറയൂ പറയൂ. ഞാൻ പറഞ്ഞത് അവൾക്ക് വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. ഡെസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സംഭവം ഞാൻ വിവരിച്ചപ്പോ അവളിൽ കണ്ട മാറ്റം എന്നെ നടുക്കി. താങ്കൾ സമർത്ഥം തന്നെ എന്ന് പറഞ്ഞപ്പോഴും അവളുടെ കണ്ണുകളിൽ ആ മാറ്റത്തിന് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ നിനക്ക് അയാളോട് നന്ദി പറഞ്ഞാൽ എന്താണ്? ശരി, പക്ഷെ എനിക്ക് അയാളോട് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. നമ്മുടെ കാർ വളരെ സമർത്ഥമായി തന്നെ ഇയാൾ കൈകാര്യം ചെയ്യുന്നു. സൈമണ്ട് ജോലി ഉപേക്ഷിച്ചു പോയിരിക്കുകയല്ലേ. ഇയാൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ജോലി കൊടുക്കാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. എനിക്ക് ഇഷ്ടമാണ്, ഞാൻ അറിയിച്ചു. അങ്ങനെയാണ് അത് സംഭവിച്ചത്. കുഴപ്പങ്ങളിലേക്ക് ഞാൻ ചാടാനിടയായ സംഭവം അതായിരുന്നു. ഹെലൻ, അതായിരുന്നു അവളുടെ പേര്. ബാറിനടുത്തേക്ക് നീങ്ങി ഒരു ഗ്ലാസ്സിൽ അല്പം വിസ്കി പകർന്നുകൊണ്ട് അവൾ ചോദിക്കുകയായിരുന്നു. ഒരു ജോലിക്ക് ആളെ എടുക്കുമ്പോ ആ ആളെ പറ്റി എന്തെങ്കിലും അന്വേഷിച്ചറിയേണ്ടത് ആവശ്യമല്ലേ? അതൊക്കെ പിന്നീടാവാം. ഇയാൾ എന്റെ ജീവൻ രക്ഷിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും കൊടുക്കാൻ തീർച്ചപ്പെടുത്തുകയാണെങ്കിൽ അധികം പറ്റാവില്ല. എപ്പോ മുതൽ ജോലി തുടങ്ങാം? താങ്കൾക്ക് എപ്പോ മുതൽ വേണമെന്ന് തോന്നുവോ അപ്പോൾ മുതൽ, സർ. ആ സാർ എന്ന പദം അല്പം വൈകിയാണ് ഞാൻ ഉപയോഗിച്ചത്. അതയാൾ ശ്രദ്ധിച്ചില്ലെങ്കിലും അവൾ ശ്രദ്ധിച്ചു. വളരെ നിസാര കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന തരക്കാരിയാണ് അവളെന്ന് അതിൽ നിന്നും ഞാനും അനുഭവിച്ചു. എങ്കിൽ ഇപ്പോൾ മുതൽ തന്നെ ആരംഭിച്ചുകൊള്ളാം. ആ കാറ് ഗ്യാരേജിൽ കയറ്റി വെച്ചോളൂ. ഗ്യാരേജിന് മുകളിൽ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിൽ താങ്കൾക്ക് താമസിക്കാം. അവിടെ ഒരു യൂണിഫോം കാണും, അതും താങ്കൾക്ക് ഉപയോഗിക്കാം. അപ്പാർട്ട്മെന്റിന്റെ താക്കോൽ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു. യെസ് സർ. ഇപ്പോ ഇവിടെ വേലക്കാരുമില്ല. വാതിലുകളും ജനാലുകളും വൃത്തിയാക്കുക, തോട്ടം നനയ്ക്കുക, മിസസ് ടെസ്റ്ററിന് ആവശ്യമുള്ളപ്പോ വീട്ടുകാര്യങ്ങളിൽ സഹായിക്കുക എന്നീ ജോലികളായിരിക്കും താങ്കൾക്ക് ചെയ്യേണ്ടി വരിക. ഇവിടെ ഭക്ഷണത്തിന്റെ ഏർപ്പാടില്ല. താങ്കൾക്കത് പുറത്തെവിടുന്നെങ്കിലും വെച്ചാകാം. അതിനുള്ള പണം ഞാൻ കൊടുത്തുകൊള്ളാം. യെസ് സർ. ഗുഡ് നൈറ്റ്. ഞാൻ ഹെലനെ നോക്കി. ഗുഡ് നൈറ്റ് മാഡം. അവളത് കേട്ടതായി പോലും ഭാവിച്ചു കണ്ടില്ല. ഞാൻ അവരെ പിരിഞ്ഞ് ഗ്യാരേജിൽ ചെന്നു. റോൾസ് കാർ അവിടെ പാർക്ക് ചെയ്തിരുന്നു. അവിടെ അതുകൂടാതെ 2 കാറുകൾ വേറെയും ഉണ്ടായിരുന്നു. ഒരു കാഡിലാക്കും ഒരു റോഡ് മാറ്ററും. ഈ കാറുകളെ പറ്റിയൊന്നും ഡസ്റ്റർ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായില്ല എന്ന കാര്യം ഞാൻ ഓർത്തു. ഡസ്റ്റർ പറഞ്ഞ അപ്പാർട്ട്മെന്റിനകത്തേക്ക് ഞാൻ കടന്നു ചെന്നു. അതിനു മുമ്പ് അവിടെ താമസിച്ചിരുന്ന ആൾ ധൃതിയിൽ അവിടെ വിട്ടുപോയ എല്ലാ ലക്ഷണവും ഉണ്ടായിരുന്നു. മേശപ്പുറത്ത് ആഹാരം കഴിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കിടന്നിരുന്നു. ആശ്രയിൽ നിറയെ സിഗരറ്റ് കുറ്റികൾ തിക്കി പിടിപ്പിച്ചിരിക്കുന്നു. അതിൽ നിന്നും അസഹ്യമായൊരു ഗന്ധം മൂക്കിലേക്ക് തുളഞ്ഞു കയറി. എങ്കിലും എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടു. കാരണം തീരെ സൗകര്യമില്ലാത്ത ഒരു മുറിയിലായിരുന്നു അതേവരെ ഞാൻ കഴിഞ്ഞിരുന്നത്. മെത്തയിലെ ഷീറ്റ് നീക്കം ചെയ്ത ശേഷം ഡ്രസ്സ് മാറി ഒരു കമ്പിളി എടുത്ത് കിടക്കാൻ ഭാവിക്കവേ ഗോമണിപ്പടികളിൽ ഞാൻ ഒരു അനക്കം കേട്ടു. ഞാൻ അങ്ങോട്ട് നോക്കി. അത് ഹെലനായിരുന്നു.
യെസ് മാഡം, ഞാൻ അവരെ നോക്കി ചോദിച്ചു. ഡസ്റ്റർ താങ്കൾക്ക് ഇവിടെ ജോലി തന്നത് സുബോധത്തോടു കൂടി ആയിരുന്നില്ല. വാസ്തവത്തിൽ ഒരു ഡ്രൈവറുടെ ആവശ്യം ഞങ്ങൾക്കില്ല. ക്ഷമിക്കണം, എന്നെ ജോലിക്ക് നിർത്തിയത് മിസ്റ്റർ ഡസ്റ്ററാണ്. ഇവിടെ എന്നെ ആവശ്യമില്ലെന്ന് അദ്ദേഹം പറയട്ടെ, ഞാൻ പോകാൻ തയ്യാറാണ്. താങ്കളുടെ നന്മയെ ഓർത്ത് ഞാൻ പറഞ്ഞതാണ്. ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായ ആൾ പോകാൻ കാരണം അയാൾക്ക് കൃത്യമായി ശമ്പളം കിട്ടാതിരുന്നതുകൊണ്ടായിരുന്നു. ഒരു ദിവസമെങ്കിലും സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഇപ്പൊ കിടന്നുറങ്ങാൻ ഒരിടം കിട്ടി. ശമ്പളത്തിന്റെ കാര്യത്തിൽ ഇപ്പോ എനിക്ക് പരാതിയൊന്നുമില്ല. അതുകൊണ്ട് മിസ്റ്റർ ഡസ്റ്റർ തന്നെ വേണ്ടെന്ന് പറയുന്നത് വരെ ഇവിടെ കഴിഞ്ഞുകൂടുന്നതാണ് ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. താങ്കൾ ഒരു വിഡ്ഢിയാണെങ്കിലും കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ല. അത് ഭൗതിക്ക് ക്രമേണ മനസ്സിലായിക്കൊള്ളും, ഞാൻ പറഞ്ഞു. താങ്കളെ ഇവിടെ ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നു. ആ ശബ്ദം കുറച്ചുറക്കെയായിരുന്നു. അവൾ കൈ നീട്ടി. ആ വിരലുകൾക്കിടയിൽ ഒരു $100 കിടന്നിരുന്നു. ഇതെടുത്തോളൂ. ഇതെടുത്ത് ഇവിടം വിട്ടു പോകൂ. അത് വാങ്ങാൻ മാത്രം ഞാനൊരു ജോലിയും ചെയ്തിട്ടില്ല. തന്നെയുമല്ല, എന്നോട് പോകാൻ പറയേണ്ട വ്യക്തി മിസ്റ്റർ ഡസ്റ്ററാണ്. പെട്ടെന്ന് കണ്ണുകളിലെ തിളക്കം മാഞ്ഞുപോയി. ഇവിടെ എന്തൊക്കെയോ നേടാനുള്ള അവസരമുണ്ടെന്ന ധാരണ താങ്കൾക്കുണ്ടെങ്കിൽ അത് വെറുതെയാണ്. അങ്ങനെയുള്ള ഒന്നും ഇവിടെ നിന്ന് കിട്ടാനിടയില്ല. എനിക്കൊരു ജോലി വേണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അതും ഒരു റോഡ്സ് കാറിന്റെ ഡ്രൈവറായി. എന്നാൽ വളരെ ഉത്തമം. അവൾ തല പിന്നോക്കം തിരിച്ച് പൊട്ടിച്ചിരിച്ചു. അഭിനയം കൊള്ളാം, പക്ഷെ അത് വേണ്ട പോലെ പ്രകടിപ്പിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, താങ്കൾ പ്രതീക്ഷിക്കുന്നതൊന്നും ഇവിടെ കിട്ടാനിടയില്ല. ഞങ്ങളുടെ വശം പണമില്ല. അടുത്ത ചില ആഴ്ചകൾ കൂടി കഴിഞ്ഞാൽ ഡസ്റ്റർ തൊഴിൽരഹിതനായി തീരും. അങ്ങനെയായാൽ വേലക്കാരെ നിയമിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, താങ്കൾക്ക് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ ഇവിടെ ഉണ്ടെങ്കിൽ അത് മറന്നേക്കൂ. ആ വാർത്ത എന്നെ നടുക്കിയെങ്കിലും ഞാൻ നിരാശനായില്ല. കുഴപ്പമില്ല, എങ്കിലും എന്നെ ജോലിക്കെടുത്തത് ഡസ്റ്റർ ആണ്. അതേപോലെ എന്നെ ജോലിയിൽ നിന്ന് നീക്കാനുള്ള അധികാരവും അദ്ദേഹത്തിന് തന്നെയാണ്. ഓൾറൈറ്റ്, അതാണ് ഭാവമെങ്കിൽ ശരി. പിന്നെ ഞാൻ താക്കീത് തന്നില്ലെന്ന് പറയരുത്. അവൾ മുറിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പെട്ടെന്ന് എന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അവൾ ചോദിക്കുകയായിരുന്നു, എന്റെ ഭർത്താവിനെ താങ്കൾ രക്ഷിച്ചെന്ന് പറഞ്ഞത് വാസ്തവം തന്നെയോ? അതെ, ഞാൻ അതുവഴി പോവുകയായിരുന്നു. ഒരു പക്കാടുകാർ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കയറേണ്ടതായിരുന്നു. അപ്പൊ ഞാൻ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ ഭവതി ഇന്നേരം ഒരു വിധവയായി കഴിഞ്ഞിരിക്കുമായിരുന്നു. അവൾ എന്നെ തന്നെ തുറിച്ചു നോക്കുകയായിരുന്നു. ആ സമയം തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി അവളുടെ നേരെ പ്രയോഗിച്ചു. അതല്ല, അദ്ദേഹം മരിക്കേണ്ടത് ഭവതിയുടെ ഒരു ആവശ്യമായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ തുനിയുമായിരുന്നില്ല. അവളുടെ ഭാവത്തിന് ആ വാർത്ത മാറ്റമൊന്നും വരുത്തിയില്ലെങ്കിലും കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം കാണാൻ എനിക്ക് കഴിഞ്ഞു. ഓ, ആ വാക്കിൽ അവളുടെ മനസ്സിലുള്ള വികാരങ്ങളിൽ ഏതൊക്കെയോ പ്രകടമാക്കിയ ഒരു പ്രതീതി എനിക്കുണ്ടായി. ശബ്ദമുണ്ടാക്കാതെ അവൾ അവിടെ നിന്നും പിന്തിരിഞ്ഞു നടന്നു. കോവണിപ്പള്ളികൾ ഇറങ്ങി തിരിച്ചുപോയി. വല്ല വിധേനയും എന്നെ അവിടെ നിന്ന് അകറ്റേണ്ടത് ഹെലന്റെ ഒരു ആവശ്യമാണെന്ന് ഞാൻ ഏതാണ്ട് മനസ്സിലാക്കി. അത് എന്താണെന്ന് അറിയാനുള്ള എന്റെ ഉത്കണ്ഠ വർദ്ധിച്ചു. ഭർത്താവ് മരിച്ചു കിട്ടാൻ അവൾക്കുള്ള ഈ തിടുക്കത്തിന് കാരണം എന്തായിരിക്കും? ഏതായാലും തൽക്കാലം അവിടെ തന്നെ ഏൽപ്പിച്ച ജോലിയുമായി കഴിയുകയാണ് ഭംഗിയെന്ന് ഞാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം കാലത്ത് 6:45 എഴുന്നേറ്റ് ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് വൃത്തിയാക്കി. അതിനുശേഷം അവിടെ കണ്ട പുതിയൊരു യൂണിഫോം എടുത്ത് ധരിച്ചു നോക്കി. എനിക്ക് വേണ്ടി തയ്ച്ചതുപോലെ അത്രയും കൃത്യമായ അളവത്തൊരു യൂണിഫോം ആയിരുന്നു അത്. അതിന്റെ ഒരു പോക്കറ്റിൽ നിന്നും നനഞ്ഞുണങ്ങിയ ഒരു തുണ്ട് കടലാസ് എനിക്ക് കിട്ടി. അതിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ടായിരുന്നു: സൈമൺസ് 57A, ക്ലിഫോർഡ് സ്ട്രീറ്റ്, ഹോളിവുഡ്. മിസ്റ്റർ ഡസ്റ്ററിന്റെ മുമ്പത്തെ ഡ്രൈവറുടെ മേൽവിലാസമാണതെന്ന് ആ പേരിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. അയാൾ ഇപ്പോഴും ഇതേ മേൽവിലാസത്തിൽ തന്നെ ആയിരിക്കുമോ താമസം? 8:4 ഞാൻ ഡസ്റ്ററിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ചെന്നു. അവിടെ നിന്നും ആരെയും കണ്ടില്ല. പക്ഷെ മുകളിൽ നിന്നും കാപ്പിയുടെ മണം അനുഭവപ്പെട്ടു. അവിടെ മുകളിൽ ഒരു വലിപ്പമുള്ള റെഫ്രിജറേറ്റർ കണ്ടു. ആ കുടുംബത്തിലേക്ക് വേണ്ട ഒരു വർഷത്തെ ആഹാരം അതിൽ സൂക്ഷിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ അടുക്കളയിലേക്ക് കടക്കാൻ ഭാവിക്കെ അടുക്കള വാതിൽ തുറന്ന് ഹെലൻ പുറത്തേക്ക് വന്നു. കറുത്ത കമ്പിളിക്കുപ്പായവും ഇളം നിറത്തിലുള്ള ഫ്ലാസ്കുമായിരുന്നു അവളുടെ വേഷം. താങ്കൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവൾ എന്നോട് ചോദിച്ചു. അല്പം കാപ്പി കിട്ടാനിടയുണ്ടോ എന്ന് നോക്കാൻ വന്നതായിരുന്നു. ഇനിയും താങ്കൾ ഇങ്ങോട്ട് വരരുത്. മിസ്റ്റർ ഡസ്റ്ററിന്റെ ഡ്രൈവറായിട്ടാണ് താങ്കൾ ഇവിടെ നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ നിലയിൽ മാത്രമേ ഇവിടെ പെരുമാറാവൂ.
ഹാവു, ഞാനൊന്ന് വിശ്വസിച്ചു. എന്തായാലും എന്നെ ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുകയാണെന്ന യാഥാർത്ഥ്യം അവൾ അംഗീകരിച്ചു കഴിഞ്ഞല്ലോ. അത് തന്നെ ആശ്വാസം. ഇവിടെ എന്നെ കൊണ്ട് ആവശ്യമൊന്നുമില്ലേ? ഇല്ല, ഈ ഭാഗത്തു നിന്ന് അകന്നു നിൽക്കുകയായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി. ഞാൻ അടുക്കളയിൽ ചെന്ന് അല്പം കാപ്പി ഉണ്ടാക്കി കഴിച്ചു. അതിനുശേഷം റോൾസ് തുടച്ച് വൃത്തിയാക്കി. അത് ബംഗ്ലാവിന്റെ മുൻവാതിൽക്കിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പോഴേക്കും സമയം ഏതാണ്ട് 10 മണിയായിരുന്നു. 10:30 മണിയായപ്പോൾ ഡസ്റ്റർ വന്നു. തവിട്ട് നിറത്തിലുള്ള ഒരു സ്യൂട്ടായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. കയ്യിൽ ഒരു ബ്രീഫ് കേസും ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് ഗ്ലീൻ, താങ്കൾക്ക് ആ യൂണിഫോം നന്നായി ഇണങ്ങുന്നുണ്ട്. പ്രാതൽ കഴിഞ്ഞോ? ഉവ്. പസഫിക് സ്റ്റുഡിയോ എവിടെയാണെന്ന് താങ്കൾക്ക് അറിയാമോ? ഉവ്, അവിടെയാണ് എനിക്ക് ജോലി. പെട്ടെന്ന് പോകണം, ഇപ്പൊ തന്നെ ഞാൻ വൈകി. ഞാൻ കാർ അങ്ങോട്ട് തിരിച്ചു. അവിടെ എത്തി ഗേറ്റ് കടക്കുമ്പോൾ ഡസ്റ്ററിനെ ഗാർഡ് സല്യൂട്ട് ചെയ്തില്ലെന്ന് കണ്ട് എനിക്ക് അത്ഭുതം തോന്നി. 4 മണിക്ക് വന്ന് എന്നെ കൂട്ടിച്ചെല്ലണം. ഇപ്പൊ മടങ്ങിപ്പോയി മിസ്സിസ് ഡസ്റ്റർ സഹായിക്കും. എന്റെ സഹായം ആവശ്യമില്ലെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് കേട്ടതായി കണ്ടില്ല. ധൃതിയിൽ മുമ്പിൽ കണ്ട ഗോണിപ്പടികൾ കയറി അദ്ദേഹം മുകളിലേക്ക് ചെന്നു. മടക്കത്തിൽ ഗേറ്റ് കടക്കുമ്പോൾ ഗാർഡ് ഒന്ന് തല നിവർത്തി എന്നെ നോക്കാൻ പോലും മെനക്കെട്ട് കണ്ടില്ല. ഇയാളുടെ പ്രീതി നേടാൻ ഒരു റോൾസിനേക്കാൾ മറ്റെന്തായിരിക്കും ആവശ്യമെന്ന് ഞാൻ ഓർത്തു. ഞാനൊരു റെസ്റ്റോറന്റിൽ കയറി. കയ്യിലുണ്ടായിരുന്ന 15 ബക്സിൽ നിന്ന് 5 ബക്സ് ചിലവാക്കി പ്രാതൽ കഴിച്ച് എന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് വെറും 4 തെരുവുകൾ മാത്രം അകലെയുള്ള ഡസ്റ്ററിന്റെ മുൻ ഡ്രൈവർ താമസിക്കുന്ന ക്ലിഫോർഡ് സ്ട്രീറ്റിലേക്ക് തിരിച്ചു. അവിടെ എത്തി 57 നമ്പറിലെ അപ്പാർട്ട്മെന്റിൽ കയറി മുൻവാതിലിനടുത്തുള്ള കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. 1-2 നിമിഷങ്ങൾക്ക് ശേഷം കതക് തുറക്കപ്പെട്ടു. ഏതാണ്ട് സമപ്രായത്തിലുള്ള ചെമ്മണ്ടിന്റെ നിറത്തിലുള്ള മുടിയുള്ള അയാൾ സൈമൺസ് ആണെന്ന് ഞാൻ ഊഹിച്ചു. ഞാൻ അണിഞ്ഞ യൂണിഫോം കണ്ടപ്പോൾ സംഗതി മനസ്സിലായതുപോലെ അയാളൊന്ന് മന്ദഹസിച്ചു. ഡസ്റ്ററുടെ പുതിയ ഡ്രൈവറാണ് ഞാൻ. എനിക്ക് താങ്കളിൽ നിന്നും ചില വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. വരൂ, അകത്തേക്ക് വരൂ. അയാൾ കതക് തുറന്നു പിടിച്ചു. അതൊരു വൃത്തിയില്ലാത്ത മുറിയായിരുന്നു. ഞാൻ താമസിക്കുന്ന മുറിയിൽ ആദ്യം കയറിയപ്പോൾ ഉണ്ടായ അതേ ഗന്ധം അതിനകത്തും എനിക്ക് അനുഭവപ്പെട്ടു. എന്നോട് ഒരു കസേരയിൽ ഇരിക്കാൻ പറഞ്ഞ ശേഷം സൈമൺസ് മറ്റൊരു മുറിയിലേക്ക് ചെന്നു. 2 കപ്പുകളും ഒരു പാത്രം കാപ്പിയുമായി തിരിച്ചെത്തി. ഡസ്റ്ററിന്റെ അടുത്തുള്ള താങ്കളുടെ ജോലി സ്ഥിരമാണെന്ന് കരുതരുത്. ഒരാഴ്ച കൊണ്ട് തന്നെ അത് അവസാനിക്കും. അവിടെ ജോലിക്ക് നിന്ന കൂട്ടരിൽ കൂടുതൽ കാലം ഉറച്ചു നിന്നത് ഞാൻ മാത്രമായിരുന്നു. ഞാൻ 2 ആഴ്ചക്കാലം അവിടെ ജോലി നോക്കി. അവിടുത്തെ ജോലിക്ക് എന്താണ് കുഴപ്പം? അയാൾ നീട്ടിയ കാപ്പി നിറച്ച കപ്പ് കയ്യിൽ വാങ്ങുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു. പലതും ഉണ്ട്. അതിന് പ്രധാന കാരണക്കാരി മിസ്സിസ് ഡസ്റ്റർ ആണ്. അവളുമായി താങ്കൾ പരിചയപ്പെട്ടു കഴിഞ്ഞോ? ഉവ്, എന്നെ അവിടെ ജോലിക്ക് ആവശ്യമില്ലെന്ന് അവൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ കൂടുതൽ കുഴപ്പങ്ങൾ തലയിൽ വന്നു വീഴുന്നതിന് മുമ്പ് അവിടെ വിടുന്നതാണ് നല്ലത്. എന്നെ അവൾ ഒരു മോഷണ കേസിലായിരുന്നു കൊടുക്കാൻ ശ്രമിച്ചത്. എങ്ങനെ? ഞാൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. പുകയിലക്കറ പുരണ്ട പല്ലുകൾ കാട്ടി അയാൾ ചിരിച്ചു. കാറിനുള്ളിലുള്ള ഗസോലിൻ അക്കൗണ്ട് തീർക്കേണ്ട ആവശ്യത്തിലേക്ക് അവൾ എനിക്കൊരു $100 തന്നു. സാധാരണ മിസ്റ്റർ ഡസ്റ്റർ തരികയാണ് പതിവ്. അതിനാൽ അവൾ അത് തന്നപ്പോ എനിക്ക് അത്ഭുതം തോന്നി. എനിക്ക് അവളെ സംശയമായി. എന്റെ സ്വഭാവം അതാണ്. അത് എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം ഞാൻ ഓർത്തു നോക്കി. പിന്നീട് താമസിയാതെ ആ നോട്ട് ഞാൻ തീയിലിട്ടു. അത് അതിലിട്ട് കഴിയുമ്പോഴേക്കും 2 പോലീസുകാർ എന്റെ മുറിയിൽ വന്ന് എന്നെ പരിശോധിച്ചു നോക്കി. കുറച്ച് പണം കാണാനില്ലെന്നും എന്നെ അക്കാര്യത്തിൽ സംശയിക്കുന്നുവെന്നും പറഞ്ഞ് അവൾ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് അന്വേഷണത്തിനെത്തിയതെന്ന് അവർ എന്നോട് പറഞ്ഞു. അവർ മുറി വിട്ടു പോയി കഴിഞ്ഞ ഉടനെ ഞാനും അവിടെ വിട്ടു പോന്നു. അപ്പോൾ തലേ ദിവസം രാത്രി അവൾ എനിക്ക് നീട്ടിയ $100 കാര്യം ഓർമ്മ വന്നു. അവളുടെ ഭർത്താവ് ഒരു കാർ ഡ്രൈവറെ നിയമിക്കുന്നത് കൊണ്ട് അവൾക്ക് എന്താണ് പ്രയാസം? 3 മാസങ്ങൾക്ക് മുമ്പ് അവർക്ക് ഒരു പാചക വേലക്കാരനും ഒരു വീട്ടുകാര്യസ്ഥനും 2 ചില്ലറ തൊഴിലാളികളും ഒരു തോട്ടക്കാരനും ഒരു ഡ്രൈവറും ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അവരെ എല്ലാം പറഞ്ഞയച്ച് ആ വീട് അവൾ തന്നെ ഭരിച്ചു പോന്നു. അതൊക്കെ എന്തിനായിരുന്നുവെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞുകൂടാ. ഡസ്റ്ററിന് പണമില്ല എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. എങ്കിലും ഇതിനെല്ലാം കാരണം അത് മാത്രമായിരിക്കാം എന്ന അഭിപ്രായം എനിക്കില്ല. എനിക്കും അത് തന്നെ തോന്നുന്നു. പക്ഷെ ഞാനത് പറഞ്ഞില്ല. ഈ ഡസ്റ്റർ എത്രക്കാരനാണ്? അയാൾ ആദ്യം എത്രക്കാരനായിരുന്നു എന്ന് ചോദിക്കുകയായിരിക്കും ഭംഗി. ഒരു കാലത്ത് പസഫിക് സ്റ്റുഡിയോയിലെ ചീഫ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു അദ്ദേഹം. ഇപ്പൊ അതെല്ലാം പോയി.
അവരതിനുശേഷം അദ്ദേഹവുമായുള്ള കരാർ പുതുക്കിയില്ല. 1 മാസം കൂടി അയാൾ പസഫിക് സ്റ്റുഡിയോയിലേക്ക് പോകുമായിരിക്കും. അതിനുശേഷം അയാൾ ആരുമല്ലാതാകും. മറ്റെന്തെങ്കിലും ജോലിക്ക് വേണ്ടി അയാൾക്ക് ശ്രമിച്ചാൽ എന്താണ്? സൈമൺസ് ചിരിച്ചു. താങ്കൾ ഇതേവരെ അയാളെ ശരിക്കും ശ്രദ്ധിച്ചില്ലേ? അയാൾ ഒരു മുഴുക്കുടിയനാണ്. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ മാത്രം അയാൾക്ക് ബോധം കാണും. പിന്നീട് അങ്ങോട്ട് ദിവസം മുഴുവനും കുടിയാണ്. ആ സ്ത്രീയെ ഞാനാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഇപ്പറയുന്ന എനിക്കും ഇതേ ഗതി തന്നെയാണ് ഉണ്ടാവുക. അവളെന്ന് പറഞ്ഞ അയാൾക്ക് ജീവനാണ്. ആ ബംഗ്ലാവിൽ അവൾക്ക് പ്രത്യേക ഒരു മുറിയുണ്ട്. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ചില ദിവസങ്ങൾ മാത്രമേ മിസ്റ്റർ ഡസ്റ്റർ അതിനകത്ത് കയറി കാണുകയുള്ളൂ. അതിനുശേഷം അയാൾ ഒരിക്കലും അതിനകത്തേക്ക് പോയതായി അറിവില്ല. അവൾ ആരാണ്? എവിടുന്ന് വന്നു? എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ മൂവി ബിസിനസ് എല്ലാം തകർന്നു പോയി. ഒരാഴ്ച അവിടെ ജോലി നോക്കാൻ താങ്കൾക്ക് കഴിഞ്ഞാൽ അത് തന്നെ മഹാഭാഗ്യമാണെന്ന് കരുതിക്കോളൂ. അദ്ദേഹം അത്രയേറെ നിർധനയായി തീർന്നുവെന്ന് തീർത്തങ്ങ് പറയരുത്. 3 കാറുകൾ അദ്ദേഹത്തിനുണ്ട്. റോൾസ് മാത്രം 12,000 വിലമതിക്കും. അതിനയാൾക്ക് മൂക്കറ്റം കടമാണ്. അത് വിറ്റാ തന്നെയും തീർത്താ തീരാത്ത കടമാണ് അയാൾക്കുള്ളത്. താങ്കൾക്ക് ശമ്പളം കിട്ടിയിരുന്നോ? ഞാൻ ചോദിച്ചു. ഉവ്വ്, പക്ഷേ എനിക്ക് അത് ആവശ്യപ്പെടേണ്ടി വന്നു. അദ്ദേഹം ഒരിക്കലും അത് ഓർമ്മിക്കുകയില്ല. സൈമൺസ് ക്ലോക്കിലേക്ക് നോക്കി. എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. 2 കിഴവുകളുടെ കാർ ഡ്രൈവറായി ഞാൻ എടുത്ത് ജോലി നോക്കിയാണ്. ഒരു മദ്യപാനിയുടെ ഡ്രൈവർ എന്നതിനേക്കാൾ ഇത് എത്രയോ ഭേദം. എനിക്ക് മിസ്റ്റർ ഡസ്റ്ററെ ഇഷ്ടമല്ലെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. അദ്ദേഹം ബോധവാനായിരിക്കുമ്പോ നല്ലവനാണ്. അത്തരം ഒരാളെ കണ്ടുകിട്ടാൻ പ്രയാസമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അദ്ദേഹത്തെ ബോധവാനായി കിട്ടാനാണ് പ്രയാസം. അവളാണ് അയാളെ നശിപ്പിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നാണ് എനിക്കും പിടികിട്ടാത്തത്. ഞാൻ അവിടെ വിട്ട് ഡസ്റ്റന്റെ ബംഗ്ലാവിലേക്കുള്ള വഴിയിൽ അതിന്റെ കാരണം എന്തായിരിക്കുമെന്ന് ചുഴിഞ്ഞാലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടിയില്ല. ഗ്യാരേജിൽ നോക്കിയപ്പോ കാഡില കാർ അവിടെ കാണാനില്ലായിരുന്നു. മിസ്സിസ് ഡസ്റ്റർ അതുമായി ഭക്ഷണത്തിന് പുറത്തെങ്ങാനും പോയിരിക്കണമെന്ന് ഞാൻ ഊഹിച്ചു. സമയം 12:15 ബംഗ്ലാവിൽ ആരുമില്ല. അവിടെമെല്ലാം ഒന്ന് പരിശോധിക്കുന്നതിന് ഇതൊരു നല്ല അവസരമാണെന്ന് എനിക്ക് അപ്പൊ തോന്നി. വരാന്തയുടെ മുകളിലെ ജനാല തുറന്നു കിടന്നിരുന്നു. അതുവഴി അകത്തേക്ക് കയറി. മുമ്പിൽ ഒരു ഏണിപ്പടി കണ്ടു. അതുവഴി കയറി ചെന്നപ്പോ മുകളിൽ 7 കിടപ്പറകളും 2 ഡ്രസ്സിംഗ് മുറികളും കാണാൻ കഴിഞ്ഞു. കിടപ്പറകളിൽ 5 എണ്ണം ഉപയോഗപ്പെടാതെ കിടന്നിരുന്നു. ഏണിപ്പടിക്ക് അഭിമുഖമായിട്ടായിരുന്നു ഡസ്റ്ററുടെ കിടപ്പറ. ഇടനാഴിയുടെ അറ്റത്തായി ഹെലന്റേതും. ഞാൻ ആ മുറികളിൽ ഒന്നും കയറാതെ അവയുടെ കതകുകൾ തുറന്ന് പുറത്തു നിന്നുകൊണ്ട് അകത്തൊക്കെ ഒരു നിരീക്ഷണം നടത്തുക മാത്രം ചെയ്തു. വളരെയേറെ പണം ചെലവഴിച്ചൊരുക്കിയ വലിയൊരു കിടപ്പറയായിരുന്നു ഹെലന്റേത്. അതിനകത്ത് തന്നെ ചെറിയൊരു സ്റ്റേജ് ഉണ്ടാക്കി അതിന്മേലായിരുന്നു മെത്ത ഒരുക്കിയിരുന്നത്. അതിനകത്ത് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു. ഹെലന്റേതിനേക്കാൾ മിസ്റ്റർ ഡസ്റ്ററുടെ മുറി ചെറുതായിരുന്നു. അതിനകത്ത് വേണ്ടപ്പെട്ട സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും വൃത്തി കുറവായിരുന്നു. 5 നിമിഷങ്ങൾ കൊണ്ട് അവിടെ എല്ലാം ഒന്ന് കറങ്ങിയ ശേഷം ഞാൻ മടങ്ങിയെത്തി. മുറിയിലെത്തി ഡ്രസ്സ് മാറി പുറത്തേക്ക് നടന്നു. ഒരു ബസ് പിടിച്ച് സാധാരണ ഞാൻ ആഹാരം കഴിക്കാറുള്ള ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ചു. തുടർന്ന് ബ്രൂവർ സ്ട്രീറ്റിലെ ജാക്കിനെ സമീപിച്ചു. ജാക്ക് ഒരു പരസ്യോപദേഷ്ടാവാണ്. ബ്രൂവർ സ്ട്രീറ്റിൽ അയാൾക്ക് സ്വന്തമായ ഒരു ഓഫീസുണ്ട്. അവിടെ 1 വർഷം ഞാൻ ജോലി നോക്കിയിരുന്നു. ജാക്കിന്റെ സെക്രട്ടറി പാൻസി എന്നെ കണ്ടപ്പോ ഒന്ന് മന്ദഹസിച്ചു. അവളുടെ അവിടുത്തെ ജോലി വളരെ വിഷമം പിടിച്ചതായിരുന്നു. ജാക്കിന്റെ ഇഷ്ടത്തിനൊപ്പിച്ച് വളരെ കൂടുതൽ ജോലി ചെയ്യണമെന്ന് മാത്രമല്ല, രാത്രി ഏറെ വൈകുന്നത് വരെ അവിടെ തന്നെ ഇരിക്കുകയും വേണം. ജാക്ക് വായിച്ചുകൊണ്ടിരുന്ന പത്രം താഴെ വെച്ച് അല്പം ദേഷ്യത്തോടെ എന്നെ നോക്കി. എന്തിനാണിപ്പോ കയറി വന്നത്? ഇപ്പോ സമയം എത്രയായി? 9 മണിക്ക് വരേണ്ട ആൾ ഇപ്പോഴാണോ വരുന്നത്? മതിയാക്കൂ സഹോദര. അയാളുടെ മേശപ്പുറത്ത് ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനി മേലിൽ ഞാൻ ഇവിടെ ജോലിക്കില്ല. പാറ്റ്സി തിരിഞ്ഞിരുന്ന് എന്റെ നേരെ നോക്കി. അവളുടെ കണ്ണുകളിൽ വിസ്മയം നിഴലിച്ചിരുന്നു. ഞാൻ ഈ ജോലി വിടുന്നു. താങ്കൾക്കിനി എന്റെ സ്ഥാനത്തേക്ക് മറ്റാരെങ്കിലും നിയമിക്കാം. എനിക്കൊരു പുതിയ ജോലി കിട്ടി. വെറുതെ അതും ഇതും പറയാതെ. നോക്കൂ, നീ എങ്ങോട്ടും പോകരുത്. നിന്റെ ശമ്പളത്തിൽ ഞാൻ അല്പം കൂട്ടിത്തരാൻ തയ്യാറാണ്. നീ ഇവിടെ തന്നെ ജോലി നോക്കിയാ മതി. വേണ്ട, ഇതിനേക്കാൾ സുഖമുള്ള ഒരു ജോലിയാണ് എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. ആഴ്ചയിൽ $50 ശമ്പളം കിട്ടുമെന്ന് മാത്രമല്ല, ഭക്ഷണ ചെലവും യൂണിഫോമും പുറമേ. പാറ്റ്സി എന്നെ നോക്കി വാ പൊളിച്ചിരിക്കുകയായിരുന്നു. എന്ത് യൂണിഫോം? ജാക്ക് ചോദിച്ചു. പസഫിക് സ്റ്റുഡിയോയിലെ ഒരു വലിയ ഓഫീസറുടെ കാർ ഡ്രൈവറായിട്ടാണ് ജോലി കിട്ടിയിരിക്കുന്നത്. എന്നാ തൊലഞ്ഞത് തന്നെ. രാവും പകലും അയാളുടെ ഇച്ഛാനുസരണം നിനക്ക് ജോലി ചെയ്യേണ്ടി വരും.
അതൊന്നും ഞാൻ അത്ര സാരമാക്കുന്നില്ല. ഞാൻ എന്റെ മുതലാളിയുടെ ഭാര്യയെ കണ്ടു. അയാളുടെ ഭാര്യയോ? ഇത്തവണ ജാക്കിന്റെ ഭാവം മാറി. സ്ത്രീ എന്ന് പറഞ്ഞ അയാൾക്ക് അങ്ങനെയാണ്. പാറ്റ്സി മൂക്കു ചുരുട്ടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ വല്ലാതെ മടുപ്പിക്കുന്നു. ഞാൻ പുറത്തേക്ക് പോയേക്കാം. വരുമ്പോഴേക്കും നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു തീർക്കണം. അവൾ പുറത്തേക്ക് കടന്ന് കഥ കടിച്ചപ്പോ ജാക്ക് ചോദിച്ചു, എന്താണ് കാര്യം? അവളൊരു സുന്ദരിയാണ്. അവളുടെ ബംഗ്ലാവിൽ താമസിച്ച് വിലപിടിച്ച റോഡ്സ് കാർ ഡ്രൈവ് ചെയ്യുന്ന ആ ജോലി ഇതിനേക്കാൾ എത്രയോ മേൽത്തരമാണ്. പക്ഷെ ഗ്ലിൻ, ആ ജോലി താങ്കൾക്ക് ചേർന്നതല്ല. നീ ഇങ്ങോട്ട് വരുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്താൽ അധികം താമസിയാതെ നിന്നെ ഞാൻ ഇതിന്റെ ഒരു പാർട്ട്ണറായിട്ട് പോലും നിയമിക്കാൻ തയ്യാറാണ്. അതിരിക്കട്ടെ, നീ പറയുന്ന ആ വലിയ ഓഫീസർ ആരാണ്? ഡസ്റ്റർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജാക്ക് എന്നെ തന്നെ ഉറ്റുനോക്കി. പസഫിക് സ്റ്റുഡിയോയിലെ ഡസ്റ്ററെ ആണോ നീ പറയുന്നത്? അതെ. എന്താ, താങ്കൾക്ക് അദ്ദേഹത്തെ അറിയാമോ? ആർക്കാണ് അറിയാത്തത്? മൈ ഗോഡ്, നോക്കൂ ഗ്ലിൻ, അയാള് നിർധനനാണ്. 1-2 മാസം കൂടി കഴിഞ്ഞാൽ മതി, അയാൾ ആകെ തകരും. ആ സ്ഥിതിയിലാണ് ഇപ്പോൾ അയാൾ ഉള്ളത്. മനസ്സിലായില്ല? പസഫിക് സ്റ്റുഡിയോയിൽ അയാൾക്കുള്ള കോൺട്രാക്ട് ഈ മാസത്തോടെ അവസാനിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ അയാൾക്കൊരു വിലയും ഇല്ലാതാകും. അയാളുടെ ഭാര്യ നീ പറഞ്ഞതുപോലെ കണ്ടാ സുന്ദരിയാണ്. പക്ഷെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സ്ത്രീയാണ് അവൾ. മിസ്റ്റർ ഡസ്റ്ററിനെ മദ്യപാനിയാക്കി തീർത്തത് തന്നെ അവളാണെന്ന് പരക്കെ പറഞ്ഞു കേൾക്കുന്നത്. അവൾ ജനാലയിൽ കൂടി ഒരാളെ പുറത്തേക്ക് തള്ളിയിട്ട് കൊന്നതായി പോലും ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അവളെ സമീപിക്കാതെ അകന്നു നിൽക്കാൻ നിനക്ക് കഴിഞ്ഞ അതാണ് നല്ലതെന്ന് ഞാൻ പറയും. ഡസ്റ്ററിന് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവൾ ആരായിരുന്നു? ന്യൂയോർക്കിൽ വെച്ച് അദ്ദേഹം അവളെ കണ്ടുമുട്ടി, പരിചയപ്പെട്ടു, വിവാഹം കഴിച്ച് ഇങ്ങോട്ട് തിരിച്ചു വന്നു. അവൾ ആരെന്ന് നോക്കാതെ നീ നിന്റെ പാട് മാത്രം നോക്കിയാ അപകടമില്ലാതെ കഴിയാം. ഉപദേശത്തിന് നന്ദി. ഞാൻ അവിടെ തന്നെ ജോലിക്ക് നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിന്റെ ഇഷ്ടം. അഥവാ നിനക്ക് ആ ജോലി വിട്ട് വല്ലപ്പോഴും ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയാ അതിന് മടിക്കണ്ട. നിനക്ക് വേണ്ടി ഇവിടെ എപ്പോഴും തുറന്നിരിക്കും. നന്ദി പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ജനാലയിൽ കൂടി ഒരാളെ തള്ളിയിട്ട് കൊന്നതായി പോലും കേട്ടിട്ടുണ്ട്. ജാക്ക് പറഞ്ഞ ആ വാചകം എന്റെ കാതുകളിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു. ആ മനുഷ്യൻ ആരായിരിക്കും? എന്തിനായിരിക്കും അവൾ അപ്രകാരം കൊന്നത്? ഞാൻ സ്വയം ചോദിച്ചു. ഏതാണ്ട് 3 മണിക്ക് ഞാൻ എന്റെ അപ്പാർട്ട്മെന്റിൽ മടങ്ങിയെത്തിയപ്പോഴേക്കും കാഡിലാക് കാർ ഗ്യാരേജിൽ തിരിച്ചെത്തിയതായി കണ്ടില്ല. ഞാൻ യൂണിഫോം അണിഞ്ഞ് പസഫിക് സ്റ്റുഡിയോയിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി മിസ്റ്റർ ഡസ്റ്ററിനെ പ്രതീക്ഷിച്ച് ഞാൻ കാറിൽ തന്നെ കാത്തിരുന്നു. 4 മണി കഴിഞ്ഞ് 20 നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും ഡസ്റ്റർ വന്ന് കാണാതിരുന്നതിനാൽ ഞാൻ മുകളിലേക്ക് കയറി ചെന്നു. അവിടെ സന്ദർശകരെ കുറിച്ച് അന്വേഷിക്കാനും മറ്റുമായി 4 സുന്ദരികളായ യുവതികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരിൽ സുമാർ 19 വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരുവൾ ചോദ്യരൂപേണ എന്നെ നോക്കി. യെസ്, കാറ് താഴെ തയ്യാറായി നിൽക്കുന്നുവെന്ന് മിസ്റ്റർ ഡസ്റ്ററിനോടൊന്ന് പറയാമോ? ഞാൻ ചോദിച്ചു. മിസ്റ്റർ ആര്? മിസ്റ്റർ ഡസ്റ്റർ. സ്പെല്ലിംഗ് DSTER, ഉച്ചാരണം ഡസ്റ്റർ. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് ഒരു മന്ദഹാസം വിരിഞ്ഞു. അവിടെ അങ്ങനെ പേരുള്ള ആരുമില്ലല്ലോ. പോയി സ്റ്റുഡിയോയിൽ അന്വേഷിക്കൂ. നീ അല്പം അങ്ങ് മാറി നിൽക്കൂ. അദ്ദേഹത്തെ പറ്റി അറിയാവുന്ന മറ്റു വല്ലവരും എവിടെങ്ങും കാണാതിരിക്കില്ല. അല്പം അകലെ കൈനകം വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു യുവതിയെ ഞാൻ സമീപിച്ചു. ഹേയ് ഹണി, ഭൗതിയുടെ വിലയേറിയ സമയത്തിൽ നിന്ന് 1 നിമിഷം എനിക്ക് വേണ്ടി ചെലവഴിക്കാമോ? ആ യുവതി ഞെട്ടിത്തരിച്ചതുപോലെ എന്നെ നോക്കി. താങ്കൾക്ക് എന്ത് വേണം? മിസ്റ്റർ ഡസ്റ്റർ എവിടെയാണെന്ന് അറിയണം. അവൾ ഒരു രജിസ്റ്റർ മറിച്ചു നോക്കി. 1-ാമത്തെ നിലയിൽ 47-ാം നമ്പർ മുറി എന്ന് പറഞ്ഞ് അവൾ എനിക്ക് പുറംതിരിഞ്ഞിരുന്നു. 1-ാമത്തെ നിലയിലുള്ള ഓരോ മുറിയുടെ കതകിലും പേരെഴുതിയ ബോർഡ് തൂങ്ങിക്കിടന്നിരുന്നു. എന്നാൽ 47-ാം നമ്പർ മുറിക്ക് മാത്രം അത് കണ്ടില്ല. പകരം ആ സ്ഥാനത്ത് 4 തുളകൾ മാത്രം കാണപ്പെട്ടിരുന്നു. അതൊരു വലിയ മുറിയായിരുന്നു. ഒരു ഉയർന്ന ഫിലിം പ്രൊഡ്യൂസർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആ മുറിയിലുണ്ടായിരുന്നു. അവിടെ ഡസ്റ്റർ ഒരു കസേരയിൽ ചാരിയിരിക്കുന്നത് കണ്ടു. മേശപ്പുറത്ത് 2 സ്കോച്ച് കുപ്പികൾ ഒഴിഞ്ഞു കിടന്നിരുന്നു. അയാളുടെ കണ്ണുകൾ മേൽഭിത്തിയിൽ തറഞ്ഞു നിന്നിരുന്നു. സർ, സമയം 4 കഴിഞ്ഞു, ഞാൻ അടുത്തു ചെന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. മൂക്കറ്റം കുടിച്ച അബോധ നിലയിലുള്ള ഇരിപ്പാണിതെന്ന് എനിക്ക് മനസ്സിലായി. ഈ അവസ്ഥ ആരും കാണാതിരിക്കാൻ ഞാൻ കതക് അകത്തുനിന്ന് അടച്ച് അദ്ദേഹത്തിന്റെ തോളിൽ തട്ടി വീണ്ടും വിളിച്ചു. വീണ്ടും ഫലമൊന്നും കണ്ടില്ല. മേൽഭിത്തിയിലുള്ള അദ്ദേഹത്തിന്റെ നോട്ടത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. ഞാൻ അദ്ദേഹത്തിന്റെ കോട്ടിന്റെ ബട്ടണുകൾ ഊരി.
ഇത്രയേറെ അബോധാവസ്ഥയിലാകത്തക്ക വിധം മദ്യപാനം ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ അന്ന് ആദ്യം കാണുകയായിരുന്നു. അദ്ദേഹം ബോധവാനാകുന്നത് വരെ ഒന്നും ചെയ്യാനില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ ഒരു മൂലയിൽ പോയി സിഗരറ്റും തീ കൊളുത്തി കാത്തിരുന്നു. സന്ദർശകർ ആരുമില്ല. മേശമേൽ വിവിധ നിറത്തിലുള്ള 10ഓളം ടെലിഫോണുകൾ ഉണ്ടായിട്ടും ഒരാൾ പോലും ഫോൺ ചെയ്യുന്നില്ല. ആർക്കും ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയായി ഈ ഓഫീസ് മുറിയിൽ വന്ന് ഇദ്ദേഹത്തിന് ഇരിക്കേണ്ട ആവശ്യം എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇരുന്നു മടുത്ത എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടിയില്ല. ഞാൻ എഴുന്നേറ്റ് ചെന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് വിലങ്ങനെ കൈ ചലിപ്പിച്ചു നോക്കി. അത് അയാളിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടാക്കി കണ്ടില്ല. മുറിയുടെ ഒരു വശത്ത് കണ്ട ഒരു ഫയലിംഗ് ക്യാബിനടുത്തേക്ക് ഞാൻ ചെന്നു. അതിന്റെ ഏറ്റവും മുകളിലെ വലിപ്പ് തുറന്നപ്പോ ചുവന്ന നിറത്തിലുള്ള സുമാർ 15ഓളം തോലുറകൾ കണ്ടു. അവയിലെ ചില എഴുത്തുകളും മറ്റും നോക്കിയപ്പോ മുമ്പ് അദ്ദേഹം പസഫിക് സ്റ്റുഡിയോയിലെ എത്രമാത്രം വേണ്ടപ്പെട്ട വ്യക്തിയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ വലിപ്പ് തുറന്നു നോക്കി. അത് മിക്കവാറും ഒഴിഞ്ഞു കിടന്നിരുന്നു. എന്നാൽ കുറെ രേഖകളുള്ള ഒരു ഉറ അതിൽ കിടക്കുന്നത് കണ്ടു. ഞാൻ അതെടുത്ത് തുറന്നു നോക്കി. ദ നാഷണൽ ഫിഡിലിറ്റി അഷുറൻസ് കമ്പനി ഓഫ് കാലിഫോർണിയ. ഡസ്റ്ററിന്റെ വിൽപത്രത്തിൽ അധികാരപ്പെടുത്തിയിട്ടുള്ളവർക്കോ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത ബന്ധുവിനോ അദ്ദേഹത്തിന്റെ കാലശേഷം മരിച്ചെന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അധികാരങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഏൾ ഡസ്റ്ററുടെ ജീവിതം ഇൻഷുറൻസ് ചെയ്യപ്പെട്ടതിനനുസരിച്ചുള്ള $750,000 കൊടുക്കാൻ ഇതിനാൽ ഞങ്ങൾ ബാധ്യസ്ഥരാകുന്നു. ഞാനൊന്ന് നെടുവേർപ്പെട്ട ശേഷം ആ വരികൾ മൂന്നാമത്തെ തവണയും വായിച്ചു. മിസ്റ്റർ ഡസ്റ്റർ മരിച്ചു കാണാനുള്ള ഹെലന്റെ ആവശ്യം എന്തായിരുന്നുവെന്ന് ഇപ്പൊ എനിക്ക് പിടികിട്ടി. അതോർത്തപ്പോൾ എന്റെ നട്ടലിൽ കൂടി തണുപ്പ് അരിച്ചു കയറുന്ന ഒരു പ്രതീതി എനിക്കുണ്ടായി. സദാ മദ്യപാനത്തിൽ മാത്രം മുഴുകിക്കഴിയുന്ന ഡസ്റ്ററിന്റെ മരണം വളരെയൊന്നും അകലെയല്ലെന്ന് എനിക്ക് ബോധ്യമായി. അയാൾ മരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള നേട്ടം $750,000 ആണെന്ന് ഓർത്തപ്പോ ഞാൻ വിസ്മയാതീതനായി. ഡസ്റ്ററിന് ഡ്രൈവറുടെ ആവശ്യമില്ലെന്ന് ഹെലൻ ശടിച്ചു പറയാനും അതായിരിക്കാം കാരണം. മൂക്കറ്റം മദ്യപിച്ച് കാറോടിച്ചു വരുമ്പോ അപകടപ്പെട്ട അയാൾ മരിക്കണം. ഇൻഷുർ ചെയ്ത പണം കിട്ടാൻ അത്രയും മതി. അതല്ലാതെ ഡ്രൈവറെ ജോലിക്കെടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിച്ച വിപത്തുണ്ടാകാൻ ന്യായമില്ല. അപ്പൊ പിന്നെ ഇൻഷുർ ചെയ്ത പണം നേടിയെടുക്കുക എളുപ്പവുമല്ല. ഒരു ചെറിയ ശബ്ദം പിന്നിൽ നിന്ന് കേട്ടപ്പോ കയ്യിൽ പിടിച്ചിരുന്ന തോലുറ പെട്ടെന്ന് വലിപ്പിലിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. ഡസ്റ്ററുടെ ബോധം തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഞാൻ വേഗം കതകിനരികിലേക്ക് നീങ്ങി. ഇതിനകം അദ്ദേഹത്തിന്റെ ചലനമറ്റ കണ്ണുകൾക്ക് ചൈതന്യം കിട്ടിയിരുന്നു. സർ, താങ്കൾക്ക് വരാറായോ? ഞാൻ ചോദിച്ചു. 1-2 തവണ കണ്ണുകൾ തുടച്ച ശേഷം അദ്ദേഹം എന്നെ ഒറ്റുനോക്കി. ഓ ഗ്ലിൻ, സമയം 4 ആയോ? ഉവ്, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് അല്പം ജോലി കൂടുതലായിരുന്നു. അതിനാൽ സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തെ സമീപിച്ചു. എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം പെട്ടെന്ന് ഒരു വശത്തേക്ക് ചാഞ്ഞു. ഞാൻ അയാളെ പിടിച്ച് നേരെ നിർത്തി. എന്റെ കാലിന് വല്ലാത്ത തളർച്ച തോന്നുന്നു. എന്നിൽ ചാരി നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കാർ എവിടെ? പുറത്തുണ്ട്. അത് പിറകുവശത്തേക്ക് കൊണ്ടുവരൂ. ഞാൻ എപ്പോഴും അതുവഴിയാണ് പോവുക പതിവ്. യെസ് സർ. മിസ്റ്റർ ഡസ്റ്റർ പറഞ്ഞ പ്രകാരം ഞാൻ താഴെ ചെന്ന് കാറുമായി പിറകിലേക്ക് ചെന്നു. അപ്പോൾ ഡസ്റ്റർ ഏണിപ്പടികളുടെ അഴിയിൽ പിടിച്ച് സാവധാനം താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു. വല്ല വിധേനയും ഞാൻ അദ്ദേഹത്തെ പിടിച്ച് താങ്ങി കാറിലിരുത്തി. കാറിലിരുന്ന് അദ്ദേഹം പിന്നോക്കം കുഷ്യനിൽ ചാരി കണ്ണുകൾ പാതി അടച്ചു കിടന്നു. സർ, പുറപ്പെടാമോ? മറുപടി ഉണ്ടായില്ല. കാറിന്റെ കഥകടിച്ച് ഞാൻ ഡ്രൈവറുടെ സീറ്റിൽ കയറിയിരുന്ന് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. തിരക്കേറിയ റോഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കെ റോസിന്റെ സമീപത്തുകൂടി പോയിക്കൊണ്ടിരുന്ന ഇതര വാഹനങ്ങളിൽ ചിലതിൽ നിന്നും ചില പൊന്മണികൾ കാറിലേക്ക് നോക്കി പറഞ്ഞു, ഓ, അതാ പോകുന്നു ഡസ്റ്റർ. അദ്ദേഹത്തിന് ഇപ്പോഴും ബോധമില്ല. ബംഗ്ലാവിലെത്തി അദ്ദേഹം ഇരുന്ന വശത്തെ കതക് തുറന്നു. പക്ഷെ ഡസ്റ്റർ അപ്പോഴും അതിൽ ചലനം മറ്റു കിടക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കാൽമുട്ടിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, സർ, നാം വീട്ടിലെത്തിക്കഴിഞ്ഞു. ശബ്ദമില്ലാത്ത മൈക്കിൽ കൂടി പറയുന്ന മാതിരിയായിരുന്നു എനിക്കുണ്ടായ അപ്പോഴത്തെ അനുഭവം. പിന്നെ കാത്തു നിൽക്കാതെ ഞാൻ അയാളെ തൂക്കിയെടുത്ത് എന്റെ പുറത്തു കയറ്റി അഗ്നിശമന ഭടന്റെ സാഹസത്തോടെ എന്നവണ്ണം ഏണിപ്പടികൾ കയറി. അദ്ദേഹത്തിന് ചുരുങ്ങിയത് 200 പൗണ്ടെങ്കിലും തൂക്കം കാണുമെന്ന് എനിക്ക് തോന്നി. ആരാണിത്? ഡസ്റ്റർ ആണോ? എനിക്ക് താങ്കളോട് ചിലത് പറയാനുണ്ട്. മുകളിൽ നിന്നും ഹെലന്റെ ശബ്ദം കേട്ടു. ഒരു ചാക്ക് ഗോതമ്പ് ചുമക്കുന്നത് പോലെ അദ്ദേഹത്തും കൊണ്ട് ഹാളിലേക്ക് ചെന്നപ്പോ അവൾ എന്തൊക്കെയോ പെറുപിറുക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ ഒരു കപ്പ് കാപ്പിയുമായി അവൾ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. ഓ, ഗ്ലിൻ ആയിരുന്നോ? ഞാൻ കരുതി ഡസ്റ്റർ ആണെന്ന്. എന്റെ അപ്പോഴത്തെ നില അല്പം പോലും കണക്കിലെടുക്കാതെ അവൾ പറഞ്ഞു. അദ്ദേഹത്തെ അങ്ങനെ തന്നെ അവളുടെ മടിയിലേക്കിടാൻ എന്റെ മനസ്സപ്പോ വെമ്പി. പക്ഷെ ഞാൻ നിയന്ത്രിച്ചു. ഒരു അനുസരണയുള്ള ഭൃത്യനെ പോലെ ഇരിക്കണം.
തന്റെ അപ്പോഴത്തെ നിലപാടെന്ന് ഞാൻ കരുതി. അല്ലാതിരുന്ന എന്നിൽ കുറ്റം ചുമത്തി പുറം തള്ളാൻ ശ്രമിച്ചെന്നിരിക്കും. ഭവതി വിളിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. സുഖമില്ലാത്ത ഇദ്ദേഹത്തെ ഞാൻ മെത്തയിൽ കിടത്താൻ പോവുകയാണ്. ശരി, അങ്ങനെ ചെയ്യൂ. അദ്ദേഹം താഴെ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം താങ്കൾ ഇങ്ങോട്ട് വരൂ, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. യെസ് മാഡം. ഞാൻ ഡസ്റ്ററെ അദ്ദേഹത്തിന്റെ മുറിയിൽ മെത്തയിൽ കൊണ്ടുപോയി കിടത്തി. പുറത്തേക്ക് കിടന്ന് ശബ്ദമുണ്ടാക്കാതെ കതകടച്ചു. ഹെലൻ പറഞ്ഞതനുസരിച്ച് അവളുടെ അടുത്തേക്ക് തിരിച്ചപ്പോ ഹൃദയം പിടയ്ക്കുകയായിരുന്നു. എന്നോട് എന്തോ പറയണമെന്ന് പറഞ്ഞല്ലോ. അവളുടെ അടുത്തെത്തിയ ശേഷം ഞാൻ പറഞ്ഞു. പത്രത്തിൽ കണ്ണു നട്ടിരുന്ന അവൾ കൈകൊണ്ട് കോപരൂപത്തിൽ ഒരു ചേഷ്ട കാണിച്ചു. വീണ്ടും വായന തുടങ്ങി. പത്രം വലിച്ചെടുത്ത് തറയിലേക്ക് എറിഞ്ഞ് അവളെ പൊക്കി നിർത്തി ആ ആദരങ്ങളിലൊന്ന് അമർത്തി ചുംബിച്ചാൽ അവളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഞാൻ ഓർത്തു നോക്കി. അവൾക്കത് അത്ര ഇഷ്ടപ്പെട്ടതായി തോന്നിയില്ല. ആ മുഖത്ത് രക്തം ഇരച്ചു കയറുന്നതായി എനിക്ക് തോന്നി. പെട്ടെന്ന് പത്രം തറയിലേക്ക് എറിഞ്ഞ് എന്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകൾക്ക് നല്ല തിളക്കമുണ്ടായിരുന്നു. എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് മതിയാക്കൂ, കോപം കലർന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു. ക്ഷമിക്കണം, നിന്നെ ഇവിടെ ആവശ്യമില്ലെന്ന് ഇന്നലെ തന്നെ ഞാൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. എന്റെ ഭർത്താവിന് നിന്റെ സഹായം ആവശ്യമില്ല. നീ ഇവിടെ തുടരുന്നത് കൊണ്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഇതാ $200. നീ ഇതേവരെ ചെയ്ത സഹായത്തിനുള്ള പ്രതിഫലമാണിത്. എടുത്തോളൂ. എടുത്ത് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോകൂ. ഞാൻ അതിനൊന്നും പറഞ്ഞില്ല. ഇത് വാങ്ങി പുറത്തിറങ്ങാനാണ് പറഞ്ഞത്. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത്, പക്ഷെ ചെയ്തില്ല. മിസ്റ്റർ ഡസ്റ്ററിന്റെ ആജ്ഞയ്ക്കനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത് മാഡം. എന്നെ ആവശ്യമില്ലെന്ന് അദ്ദേഹം തന്നെ പറയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ കതകിനടുത്തേക്ക് നടന്നു. ഗ്ലിൻ, ഇങ്ങോട്ട് വരൂ. ഞാൻ അത് കേൾക്കാത്ത ഭാവത്തിൽ കതക് തുറന്ന് പുറത്തേക്കിറങ്ങി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.